ഹായ് ഓൾ, ഇറ്റ്സ് മീ നിതിൻ രവീന്ദ്രൻ. മൂപ്പര് 6 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പുലർച്ചെ 5:30 ഞാൻ അവിടെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. അപ്പോൾ പല ഡോക്ടേഴ്സിനും കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ തിരക്ക് കാരണം ആളുകൾ പുലർച്ചെ 5:30, 5 മണിക്ക് 5:30 ആയിട്ട് അതിരാവിലെ അവിടെ എത്തും. എന്നിട്ട് കാഷ്വാലിറ്റിൻ്റെ മുന്നിൽ OP ടിക്കറ്റിന് വേണ്ടിയിട്ട് അവർ ടോക്കണിന് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യണം. 7 മണിക്കാണ് കൗണ്ടർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എത്രയും നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യണത്. 7 മണിയായപ്പോൾ ഇവിടെ കൊടുക്കൽ തുടങ്ങിയത്. അത്ര നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരുന്നു. 60 പേർക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പോൾ ടോക്കൺ കിട്ടാതെ നിങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. മാമ്പുഴന്ന് വരുന്നത്. ഇനിയിപ്പോൾ അതേ ഡോക്ടർ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് വേറെ ചെയ്യണം. ഓക്കെ, ഇതാരാ കൂടെ ഉണ്ടായിരുന്നാരാ? മൂപ്പർക്ക് എത്ര വയസ്സാ? മൂപ്പര് 6 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. ക്യാൻസർ പേഷ്യന്റ് അല്ലേ കാക്ക? കാക്ക നിങ്ങൾ വീഡിയോ എടുക്കണം കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ എത്തി? രാവിലെ 6 മണിക്ക് മെഡിക്കൽ കോളേജ് മഞ്ചേരി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര സമയം നിങ്ങൾ നിന്നു, ലാസ്റ്റ് നിങ്ങൾക്ക് ടോക്കൺ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഒരാളത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർ സങ്കടപ്പെട്ട് പോകുന്നവരുണ്ട്, കരഞ്ഞു പോകുന്നവരുണ്ട്, പഴി പറഞ്ഞു പോകുന്നവരുണ്ട്. നിസ്സഹാവസ്ഥയുടെ അങ്ങേയറ്റം ഇന്ന് രാവിലെ ഞാൻ അവിടെ കണ്ടു. മഞ്ചേരി മെഡിക്കൽ കോളേജിന് ഞാൻ തെറ്റ് പറയുന്നില്ല, അവിടുത്തെ ജീവനക്കാരെയും പറയുന്നില്ല. ഈ സിസ്റ്റത്തെ ഗവൺമെൻറ്റിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങൾ ചെയ്യുന്ന ജോലി? ഈ പാവങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തു, നിങ്ങൾക്ക് കരമടയ്ക്കുന്നു എന്നുള്ള തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനാണോ നിങ്ങൾ ഇവരിങ്ങനെ ശിക്ഷിക്കുന്നത്? 70 വയസ്സ് കഴിഞ്ഞ ഒരു സീനിയർ ആയിട്ടുള്ള ആൾ, അതും ഒരു ക്യാൻസർ പേഷ്യൻറ്റ്. അവരുടെ വീട്ടിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം 45 മിനിറ്റാണ്. അപ്പോൾ അവരൊരു 4:30-5 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 6 മണിക്ക് അവരവിടെ എത്തി. എന്നിട്ട് 7 മണിക്കാണ് ടോക്കൺ കൊടുക്കുന്നത്. ഈ 6 മണി മുതൽ 7:15-7:30 വരെ അവർ നിൽക്കുകയാണ്, ആ ലൈനിൽ നിൽക്കുകയാണ്, അത്രയും പ്രായമായിട്ടുള്ള ആൾക്കാർ. എന്നിട്ട് ലാസ്റ്റ് പറയാണ് ടോക്കൺ കഴിഞ്ഞു. ഡോക്ടർമാർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരു പരിധി വരെ ആളുകളെ നോക്കാൻ പറ്റുള്ളൂ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ സിസ്റ്റം, ഇത് 2025 ഗവൺമെൻറ്. എല്ലാ മനുഷ്യ ശരീരത്തിലും ഒരു പ്രത്യേക അവയവമുണ്ട് ഇപ്പോൾ, സെൽഫോൺ. അത്രയും ടെക്നിക്കലി ഹൈ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കോഡിങ് പഠിച്ച ആൾക്കാർ നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ തരാം. +2 കഴിഞ്ഞ് കോഡിങ് അറിയാവുന്ന പിള്ളേരെ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. ഒരു ആപ്പ് സെലക്ട് ചെയ്താൽ മതി. അവർക്ക് വേണ്ട ഡോക്ടേഴ്സിനെ അവർക്ക് ബുക്ക് ചെയ്യാനും അവർക്ക് ടിക്കറ്റ് എടുക്കാനും നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സംഭവമേ ഉള്ളൂ. അതിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഓരോരുത്തരെ. അതുപോലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതാണോ ന്യൂയോർക്കിനെ വെല്ലുന്ന ഹോസ്പിറ്റൽ സിസ്റ്റം?